സോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതി പ്രവാഹത്തിൻ്റെ കാന്തിക ഫലങ്ങൾ. ആദ്യം പഠിക്കേണ്ടത് ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഒന്ന് നോക്കൂ, ബാർ മാഗ്നറ്റിൻ്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ബാർ മാഗ്നറ്റിൻ്റെ അകത്താണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൗത്തിൽ നിന്ന് നോർത്ത് പോളിലേക്കായിരിക്കും. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു മാഗ്നറ്റിക് ഒബ്ജക്റ്റിന് അറൗണ്ടായിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ആ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയറക്ഷനെയാണ് നമ്മൾ ആ ഇമാജിനറി ലൈൻസ് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു മാഗ്നറ്റ് മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, ഒരു കറണ്ടുകാരിയും കണ്ടക്ടറും കൂടെ അതിന് അറൗണ്ടായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അതിൻ്റെ ഡയറക്ഷനാണ് നിങ്ങൾ കാണുന്നത്. അവിടെ കറണ്ട് പോകുന്നത് നോക്കൂ, ആ റെഡ് ആരോയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അവിടെ കണ്ടക്ടറിൽ കൂടെ റെഡ് ആരോ നിങ്ങൾക്ക് കാണാം, ആ റെഡ് ആരോ ആണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് അറൗണ്ടായിട്ട് ജനറേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ആ സർക്കുലാർ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ആരോ മാർക്ക് കാണാം. അതാണ് ജനറേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി നോക്കൂ, നമുക്ക് ഈ ഡയറക്ഷൻ കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന റൂളാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മുടെ റൈറ്റ് കൈയുടെ തമ്പ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനിയിപ്പോൾ കറണ്ട് അടിയിലേക്കാണ് പോകണമെങ്കിലോ ഇതേപോലെ നിങ്ങൾ തമ്പ് കയ്യിലേക്ക് കൊടുക്കുക, റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് അടിയിലേക്ക് കൊടുക്കുക, ബാക്കി ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നോക്കൂ, ഒരു മാഗ്നറ്റിക് കോമ്പസ്. എന്തിനാണ് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് കോമ്പസ് ബേസിക്കലി നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുക. ഒപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റ്? ഒരു സോളിനോയിഡ് അല്ലെങ്കിൽ കമ്പിച്ചുരുളിൻ്റെ അകത്ത് നമ്മൾ സോഫ്റ്റ് അയൺ കോർ ഇറക്കി വെച്ചതിന് ശേഷം അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതൊരു മാഗ്നറ്റ് ബിഹേവ് ചെയ്യണ പോലെ കാണിക്കും. അതിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയാം. എപ്പോഴാണോ കറണ്ട് ഓഫ് ആവുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫ് ആകുന്നത്, അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിസം ലോസ് ആവും, നഷ്ടപ്പെടും. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റ്. ഇവിടെ നോക്കൂ, ഒരു ബാർ മാഗ്നറ്റും സോളിനോയിഡും സിമിലറാണ്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ സിമിലറാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ബാർ മാഗ്നറ്റിനുള്ള പോലെ നോർത്ത് പോളും സൗത്ത് പോളും തന്നെ സോളിനോയിഡിലും വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഫിഗറിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ നോർത്ത് പോളും സൗത്ത് പോളും വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനും സോളിനോയിഡിനും ഉണ്ടായിട്ടുണ്ട്. അവിടെ നോക്കൂ, സോളിനോയിഡിൻ്റെ ഒരു ഫേസിൽ, റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കൂ, അവിടെ ഒരു ഫേസിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ ആ ഫേസിനെ നമ്മൾ സൗത്ത് പോളായിട്ടാണ് കൺസിഡർ ചെയ്യുക, സൗത്ത് പോളായിരിക്കും. ഇനി തൊട്ടടിയിലുള്ള ഫിഗർ നോക്കി, ഒരു ഫേസിലെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ നമ്മൾ ആ ഫേസിനെ നോർത്ത് പോളായിട്ടാണ് പറയുക. അപ്പോൾ ഇതേപോലെയാണ് അവിടെ ബാർ മാഗ്നറ്റായിട്ട് അത് സിമിലർ ആവുന്നത്. ഇനി സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് നമുക്ക് കറണ്ട് കൂട്ടാം, അല്ലെങ്കിൽ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലും മതി. ഒരു കമ്പാരിസൺ നോക്കൂ, ഇലക്ട്രോമാഗ്നറ്റും ബാർ മാഗ്നറ്റും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കൂ. ബാർ മാഗ്നറ്റ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, പോളുകൾ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് അത് ഉണ്ടാക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോമാഗ്നറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പോൾസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ടെമ്പററി മാഗ്നറ്റിക് ഫീൽഡായിരിക്കും, സ്ട്രെങ്ത്തും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കേണ്ട മോട്ടോറിൻ്റെ പ്രിൻസിപ്പിളാണ്. മോട്ടോർ ഇത് തന്നെയാണ് നമ്മുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ആ പ്രിൻസിപ്പിൾ? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ 4 ഫിംഗർ പോയിൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം, 3 വിരലുകളും പരസ്പരം ലംബമായിട്ട് പിടിക്കുകയാണ്. 90 ഡിഗ്രിയിൽ പിടിച്ചതിന് ശേഷം 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക, മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തമ്പ് തരുന്ന ഡയറക്ഷനായിരിക്കും ഫോഴ്സ്, ആ കണ്ടക്ടറിന് കിട്ടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് മോട്ടോർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് സിമ്പിൾ ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഒരു ഫിഗർ. ഇവിടെ നോക്കൂ, മെയിൻ പാർട്സ് എന്താണ്? 2 മാഗ്നറ്റിൻ്റെ പോൾസ്, ഒരു ആർമേച്ചർ കോയിൽ, ആ ഓറഞ്ച് കളറിലാണ് ആർമേച്ചർ കോയിൽ, ബ്രഷസ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ, ഒരു സെല്ല്. ഇവിടെ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആർമേച്ചർ കോയിലിൻ്റെ ആക്സിസ് ആണ് ആ ബ്ലാക്ക് ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇവിടെ കണ്ടക്ടറാണ് ആർമേച്ചർ കോയിൽ, അത് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. സോ അതിന് 2 ആംസിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷൻ ആ പിങ്ക് ഡയറക്ഷനിൽ കാണിച്ചാണ്.
ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മേലേക്ക് വരുന്നതെന്നും താഴേക്ക് വരുന്നതെന്നും നിങ്ങൾ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് അത് മേലേക്ക് കറങ്ങുന്നത്. ഇവിടെ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പോലെ തന്നെ തിരിച്ച് റിട്ടേൺ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, കോയിലിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് അതിന് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്നത് ആർമേച്ചർ കോയിലിന്. ഇതാണ് മോട്ടോറിൻ്റെ വർക്കിംഗ്. ഇതാണ് ഫാനിൻ്റെ മിക്സിയുടെ ഒക്കെ വർക്കിംഗ് ആയിട്ട് നമ്മൾ പറയും. നോക്കൂ, ഒരു മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ ഇങ്ങനെ വർക്കിംഗ് നോക്കാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആംപ്ലിഫയർ നമ്മുടെ മൈക്കിൽ നിന്ന് വരുന്ന സിഗ്നലിൽ നമ്മളൊരു ആംപ്ലിഫയർ ഉപയോഗിച്ച് സ്ട്രെങ്തൻ ചെയ്യും. അത് നേരെ വോയിസ് കോയിലിലേക്ക്, ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിലേക്ക് വരും. ഈ വോയിസ് കോയിൽ എവിടെയിരിക്കുകയാണ്? മാഗ്നറ്റിക് ഫീൽഡിലാണ്. സോ ഈ വോയിസ് കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യും. ഈ മൂവ്മെൻറ്റ്സ് ആണ് പേപ്പർ കോണായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേപ്പർ കോൺ ഈ വോയിസ് കോയിലിൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് പേപ്പർ കോൺ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ നമുക്കിത് സൗണ്ടായിട്ട് പുറത്തേക്ക് വരുന്നു. ഇതാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോട്ടോറിൻ്റെയാണ് പ്രിൻസിപ്പിൾ എഴുതേണ്ടത്. മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. 2020 SLC മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. റൈറ്റ് എനി 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. റൈറ്റ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. നമുക്കറിയാം മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ മെയിൻ പാർട്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പേപ്പർ കോൺ, വോയിസ് കോയിൽ, മാഗ്നറ്റ്. ഇനി വേണമെങ്കിൽ ഒന്ന് ചോദിക്കാവുന്ന ചോദ്യമാണ് അതിൻ്റെ വർക്കിംഗ് വേണമെങ്കിൽ എഴുതാൻ ചോദിക്കാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാം. ഇവിടെ ചോദിച്ചാൽ നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? മോട്ടോറിൻ്റെ പ്രിൻസിപ്പിളാണ് എഴുതേണ്ടത്. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് എഴുതേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം പ്രീവിയസ് ഇയേഴ്സ് SLCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ പാഠഭാഗത്തിൽ ലെറ്റസ് അസസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഡയറക്ഷൻ ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഷോൺ ഹിയർ. അവിടെ നോക്കൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങളിത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ആ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് താഴേക്കാണെന്നാണ് പറയുന്നത്. ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കെന്നാണ് അതിൻ്റെ മീനിങ്. നമുക്കത് ശരിയാണോ എന്ന് നോക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഇലക്ട്രോൺ പോകുന്നത് താഴേക്കാണ്. നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ കൺവെൻഷനലി പറയുന്നത്. സോ കറണ്ട് പോകുന്ന ഡയറക്ഷൻ മേലേക്കാണ്. ഇലക്ട്രോൺ താഴേക്കാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എടുക്കണം. ഇലക്ട്രോൺ ഇവിടെ നേരെ താഴേക്കല്ല വരുന്നത്. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മേലേക്ക്. അപ്പോൾ കറണ്ടിൻ്റെ നമ്മൾ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ മിഡിൽ ഫിംഗറാണ് അസൈൻ ചെയ്യേണ്ടത്. സോ പുട്ട് മിഡിൽ ഫിംഗർ അപ്വേർഡ്. ഞാൻ അവിടെ റെഡ് മേലേക്ക് കൊടുത്ത ആരോവിൻ്റെ ഡയറക്ഷനിൽ നിങ്ങളുടെ മിഡിൽ ഫിംഗർ പിടിക്കുക. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടത്. 4 ഫിംഗറിനെ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തമ്പ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് താഴേക്ക് പോകുന്ന കാണാം, പേപ്പറിൻ്റെ അടിഭാഗത്തേക്ക്. അതായത് ആ പ്ലെയിനിൻ്റെ താഴേക്ക് പോകുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും ആ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് താഴേക്കാണെന്ന്.